വാട്ട് ഈസ് പ്രോപ്പർട്ടി? എന്താണ് പ്രോപ്പർട്ടി? ഭൂസ്വത്ത് എന്നാണ് പറഞ്ഞത്. ശരിയാണോ? എന്റെ സ്വത്ത് പൊതുവെ പ്രോപ്പർട്ടി ആണെന്നില്ല. ഇതെന്റെ പ്രോപ്പർട്ടിയാണ്, നിങ്ങൾ ഓൺ ചെയ്യുന്നതാണ് അല്ലേ? ഇതെന്റെ ഗോപ്രോ, ഇത് എന്റെ സ്പെക്സാണ്, ആണോ അല്ലയോ? ഇത് എന്റെ മകളാണ്, ഇതെന്റെ മകനാണ്, ഇതെന്റെ ഹസ്ബൻഡാണ്, ഇതെന്റെ അമ്മയാണ്. അതേ ലാഘവത്തോടു കൂടിയല്ലേ പറയണേ? അപ്പൊ ഇതെന്റെ എന്ന് പറയും, ഇതെന്റെ മകനാണ്. അപ്പൊ അടുത്ത ചോദ്യം, ഇതെന്റെ സ്റ്റുഡന്റ് ആണ് അല്ലേ? എന്റെ പ്രോപ്പർട്ടി ആണോ? ആണ്. അതങ്ങനെ പഠിക്കുമ്പോഴാണ് ഓ ഇതെന്റെ പ്രോപ്പർട്ടിയാണ്. മനസ്സിലായോ? എന്നിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ, കുരുത്തക്കേട് എന്നല്ല പറയണ്ടേ, ഗുരുത്വ കേട് എന്ന്. അത് പിന്നെ കുരുത്തക്കേടാണ് മലയാളത്തിൽ. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതനുസരിക്കുന്ന ഒരാളല്ലാതിരുന്നാൽ ഗുരുത്വക്കേടാണ്. ഗുരുത്വക്കേട് കാണിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? നീ എൻ്റെ സ്റ്റുഡൻ്റ് അല്ല, ഞാൻ ഡിസ്ഓൺ ചെയ്യും. ഇയാൾ എൻ്റെതാണ്, പക്ഷെ ഞാൻ ഒരു നിമിഷം എന്ത് പറയും? ഇയാൾ എൻ്റേതല്ല എന്ന് പറയും അല്ലേ? എൻ്റേതല്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണേ? ഹസ്ബൻഡും വൈഫും ഒരു ദിവസം പറയും നീ എൻ്റെ ഭാര്യയല്ല. അതുവരെ പ്രോപ്പറായിരുന്നു ഭാര്യ പ്രോപ്പർ അല്ലാത്തപ്പോൾ, ഭർത്താവ് പ്രോപ്പർ അല്ലാത്തപ്പോൾ, ഇംപ്രോപ്പർ ആവുമ്പോൾ, ശരിയല്ലാത്തപ്പോൾ അല്ലേ? ഇതെന്റെ ഗോപ്രോ ആണ്. ഗോപ്രോ ശരിയല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇതെന്റെ ഗോപ്രോ അല്ല, കഴിഞ്ഞു, എന്റെ കഥ കഴിഞ്ഞു, നമ്മൾ എറിയും, ഓണർഷിപ്പ് കളയും അല്ലേ? വേസ്റ്റ് ഡബ്ബയിലില്ലേ? അപ്പൊ എനിക്കിതിന് പ്രോപ്പറായിട്ട് അതിന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, കെമിസ്ട്രിയിൽ പ്രോപ്പർട്ടി ഓഫ് സോൾട്ട് എന്ന് പഠിച്ചിട്ടുണ്ടോ? അതും പ്രോപ്പർട്ടിയാണ്. എന്താ സോൾട്ടിന്റെ പ്രോപ്പർട്ടി? ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് രസമുണ്ടായാൽ അതാണ് പ്രോപ്പർട്ടി. അപ്പോൾ ഉപ്പിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഉപ്പ് രസം. പഞ്ചസാരയുടെ പ്രോപ്പർട്ടി എന്താണ്? മധുരം. അപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണം. മനസ്സിലാണ്? ഇയാളുടെ കോളേജ് ഏതാ? AJK കോളേജ്. അത് ഇയാളുടെ ആണോ? ഇപ്പൊ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? അത് എന്റെ കോളേജാണെന്ന് പറഞ്ഞു. രണ്ടാമത് അയാളുടെ ആണോ എന്ന് ചോദിച്ചപ്പോഴോ? അല്ല. വ്യത്യാസം മനസ്സിലായില്ലേ? ഇയാളുടെ ഫീലിംഗ് ആണ് അത് എന്റേതാണ്. പഞ്ചസാരക്ക് മധുരമുണ്ട് എന്നുള്ള എന്റെ ഫീലിംഗ് ആണ്. പഞ്ചസാരക്ക് മധുരം ഉണ്ടെന്ന് പറയും. മധുരം അറിയാത്ത ഒരാൾക്ക് കൊടുത്താലോ, ഇഷ്ടമല്ലാത്തവരെ കൊടുത്താലോ, ഛേ ഇതെന്ത് മധുരം, ഇതാണോ മധുരം? ഓറഞ്ചിന് നല്ല മധുരം എന്ന് പറയും, വേറെ കൊടുക്കുമ്പോൾ മധുരമല്ല പുളിയാന്ന് പറയും. നമുക്ക് അതിന് കിട്ടുന്ന ടേസ്റ്റ് ഞാൻ എൻജോയ് ചെയ്യുന്നതാണ്. എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്കൊരു എൻജോയ്മെന്റ് ഉണ്ട്, മക്കൾക്കൊരു എൻജോയ്മെന്റ് ഉണ്ട്. അതില്ലാത്തപ്പോ നീ എൻ്റെ മോനല്ല എന്ന് അമ്മ പറയും. എന്താ കാരണം? ഇയാൾക്ക് ആ ഗുണമില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഗുണമുള്ളിടത്തൊക്കെ എന്തുണ്ട്? പ്രോപ്പർട്ടി ഉണ്ട്. അതിന് നമ്മൾ വാല്യൂ കൊടുക്കും. അമ്മയ്ക്കൊരു വില കൊടുക്കില്ലേ? ഇല്ലേ? പ്രോപ്പർട്ടിക്ക് വില കൊടുക്കുമല്ലോ. സ്വത്തിന് ഭൂസ്വത്ത് എന്ന്. കാരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം ആകെ വിലയുള്ള ഒരു സാധനം ഭൂസ്വത്താണ്. ഭർത്താവിനും വിലയില്ല, അമ്മയ്ക്കും വിലയില്ല, മക്കൾക്കും വിലയില്ല. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഭൂസ്വത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ജനങ്ങളാണ്. ഓരോരാൾക്കും ഓരോരു തരത്തിലാണ് നമ്മൾ പ്രോപ്പർട്ടി കാണുന്നത്. ഒരു പ്രോപ്പർട്ടി എന്ന വാക്കിൽ ഞാൻ എന്തൊക്കെ അർത്ഥങ്ങൾ ഇപ്പൊ പറഞ്ഞു? എന്നെ ആരെങ്കിലും പഠിപ്പിച്ചതാണ്? ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിച്ചതാണ്? വേദത്തിലുള്ളതാണ്? അല്ല. ഇങ്ങനെ ആലോചിക്കണം. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് മെഡിറ്റേഷൻ. നല്ല റീൽസ് കാണൂ, നല്ലത് കാണൂ, ഡോക്യുമെന്ററി കാണും. എന്നിട്ട് എന്താണ്? മൂലദ്വാരത്തിലൂടെ എനിക്കെന്തോ മറ്റേ എനർജി വന്നു. ഒരു പണിയും ഇല്ലാത്ത, ഒരു പണിയും ചെയ്യാതെ ബാക്കിയുള്ളവരുടെ കാശിൽ തിന്നുന്ന കുറേ കപട സ്വാമികളാണ് ഇങ്ങനെ സാധനം വിറ്റ് ജീവിക്കുന്നത്.
ഒരു വിവരമില്ലാത്തവർ. അവർക്ക് ആരോ പറഞ്ഞു കൊടുത്ത് എവിടെയോ വായിച്ചിട്ടുള്ള സംഭവം അല്ലാതെ ഒരു എക്സ്ട്രാ ശ്ലോകം പോലും ചെല്ലാൻ അറിയാത്ത പല ആൾക്കാരുണ്ട്. അവർ മാർക്കറ്റ് ചെയ്യുന്ന സംഭവമാണ് നിങ്ങൾ പറയുന്നത്. മനസ്സിലായി? ഊർധമൂല മതശാഖം, ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായം. ഓക്കെ. പ്രാണാപാന വ്യാനോധാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരചാഭിപാത്മ ഭൂയാസംഗ സ്വാഹ വാക്മന ചക്ഷുശ്രോത്രഘ്രാണ ജിഹ്വാരിതോ ബുദ്ധ്യാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്താം അന്നമയ പ്രാണമയ മനോന്മയ വിജ്ഞാനമയ ആനന്ദമയ കോശം മേ ശുദ്ധ്യന്താം. ഇത് ചെല്ലി ശുദ്ധാക്കണം. അങ്ങനെ ശുദ്ധമാക്കുമ്പോൾ നമുക്ക് അറിയാതെ വരുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള എനർജി. അതാരെങ്കിലും സ്ക്രൂ ഡ്രൈവർ ഇട്ട് ടൈറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമല്ല. മൂലാധാരത്തിൽ നിന്ന് കുറച്ചും കൂടി സ്ക്രൂ ഡ്രൈവർ ടൈറ്റ് ചെയ്ത മൂലാധാരങ്ങൾ ഡിപ്പ്. ഇതെന്താ അവിടെ സ്പ്രിങ് കുറച്ച് ലൂസായിരുന്നു. ഒന്നും ഫിസിക്കലി ഒന്നും ചെയ്തോ ആരെങ്കിലും തരേണ്ടതോ അല്ല. യു മസ്റ്റ് അച്ചീവ് ദാറ്റ്. അതിന് കുറേ കാലം പഠിക്കണം, മനസാന്നിധ്യം വേണം, ശ്രദ്ധ വേണം, ചോദ്യങ്ങൾ വേണം, അറിവ് വേണം. ആ അറിവുണ്ടാവുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ കൈകൊട്ടിയാൽ എനർജി കൂടും എന്ന് വെച്ച് എല്ലാ ദിവസവും കുറേ കൈകൊണ്ട് ജോലി ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്, അവർക്ക് എനർജി കൂടണമെന്നില്ല. അത് അറിയാതെ ചെയ്തു പോകുന്നത്. അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം സിദ്ധിക്കുക. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ അന്നവും നമ്മൾ അറിഞ്ഞുകൊണ്ട് കഴിക്കുന്നതാണ് ബ്രഹ്മാർപ്പണം. ചെല്ലാറുണ്ട്? ചെല്ലു. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിനാം. ഭഗവത്ഗീത ശ്ലോകം. ബ്രഹ്മാർപ്പണം, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ബ്രഹ്മാവിനാണ് കൊടുക്കുന്നത്. ഇടുന്നത് എവിടെയാ? വയറിൽ. പക്ഷെ വയറിൽ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? അല്ല, വിശപ്പ് മാറ്റാൻ ഭക്ഷണം കഴിക്കണ്ട. വിശപ്പ് ഉണ്ടാവൂല്ല. വിശക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോഴും കാണുമ്പോഴും സമയമാകുമ്പോഴും ഒക്കെയാണ് പലർക്ക്. ഇതൊന്നും അല്ല വിശപ്പ് ഉണ്ടാക്കേണ്ടത്. എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ ഉണ്ടാവേണ്ടതാണ് വിശപ്പ്. മനസ്സിലായോ? ആ സമയത്ത് വയറ്റിൽ തീ ഉണ്ടാവും. വിശക്കുമ്പോൾ വയറ്റിൽ തീ വരും. തീ വരുമ്പോഴേ കഴിക്കാവൂ. തീ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? വെള്ളം കുടിച്ചാൽ തീ അങ്ങോട്ട് കിട്ടുപോകും. അപ്പൊ വിശന്നാൽ വെള്ളം കുടിച്ചാൽ മതി. മനസ്സിലായോ? പക്ഷെ അന്നമാണ് കഴിക്കുന്നത്. അന്നാത്, ഓരോ അന്നത്തിൽ നിന്നും പ്രപഞ്ചമുണ്ടാവുന്നു എന്നാണ് ഭഗവത്ഗീതയിൽ. ഈ കാണുന്ന ചെടികളൊക്കെ ഉണ്ടായിരിക്കുന്നത് ചെറിയൊരു സീഡിൽ നിന്നാണ്, ഒരു വിത്തിൽ നിന്നാണ്. ആ വിത്താണ് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും. അല്ലേ? പൂവോ കായോ വിത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ എന്തായി വളരണം? മരമായി വളരുന്നത് പോലെ ആ ഒരു ചെറിയ വിത്തിൽ വലിയ മരത്തിന്റെ എനർജി ഉണ്ട്. ഞാൻ കുറേ കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇത്ര കഴിച്ചാൽ മതി, ഒരു വിത്ത് കഴിച്ചാൽ മതി. പക്ഷെ ആ വിത്തിനെ എന്താക്കി മാറ്റാനുള്ള പ്രകൃതി എന്നിൽ ഉണ്ടാവണം. ജലം, ഖരം, വായു, ഇല്ലേ? ഇതൊക്കെ എന്നുണ്ട്. പഞ്ചഭൂതം ഉള്ളിലുണ്ടാവണം. അഗ്നി, തീ ഉണ്ടാവണം. അതാണ് തീ. ആ തീ ചൂട് കറക്റ്റായിട്ട് വരണം. കറക്റ്റായിട്ട് വെള്ളം വേണം. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അത് വളർന്ന് അത്രയും എനർജി എനിക്ക് കിട്ടും. അതാണ് ബ്രഹ്മാവാണ് പ്രകൃതിയിൽ ക്രിയേഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാർപ്പണം. ഞാൻ ആർക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്? ബ്രഹ്മാവിന് വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, വിശപ്പ് മാറാനല്ല. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിസ്. ഹവിസ് എന്ന് പറഞ്ഞാൽ തീയിലിടുന്ന സാധനത്തിന്. യജ്ഞയാഗങ്ങൾ ചെയ്യുമ്പോൾ കയ്യിലിട്ടിട്ടിടുന്ന അരിയെയും നെയ്യെയും, നമ്മൾ ഗണപതി ഹോമം ചെയ്യുമ്പോൾ ഇടുന്ന കരിമ്പും ശർക്കരയും ഒക്കെ ഹവിസാണ്. ആ ഹവിസാണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണം. കാരണം എവിടെയാണ് ഇടുന്നത്? വയറ്റിൽ എന്താ ഉള്ളത്? തീ. അപ്പോൾ ഈ ചെയ്യുന്ന കർമ്മം എന്താണ്? എന്ത് കർമ്മമാണ്? യജ്ഞ കർമ്മമാണ്, ഹോമമാണ്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഹോമാണ്, അല്ലേ? ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിസ്, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം. ബ്രഹ്മാവിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിന. അത് ബ്രഹ്മകർമ്മമായിട്ട് കാണണമെന്നാണ്. അപ്പൊ നിങ്ങൾ ശവം കഴിക്കാന്ന് വിചാരിക്കാം.
കഴിക്കാറുണ്ടല്ലോ അല്ലേ? ശവം തീയിലിട്ട് ദഹിപ്പിക്കുന്ന സ്ഥലം ഏതാ? ശ്മശാനം. അപ്പൊ തന്റെ വയറെന്താ? ശ്മശാനം. എപ്പോഴെങ്കിലും കഴിക്കും, എന്നിട്ട് കുണ്ടലിനി ചേർന്നു എന്ന് പറയുകയും ചെയ്യും. അത് കോൺട്രഡിക്ഷൻ ആണ്. മനസ്സിലാവണ്ട പറഞ്ഞത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ ഒരു കർമ്മത്തോടു കൂടി ചെയ്യുമ്പോൾ ഒരാളും ശവം വയറ്റിലിടില്ല. ഏതെങ്കിലും യജ്ഞയാഗ കർമ്മങ്ങളിൽ കോഴിയെ കൊണ്ടിടുന്നു? ഇല്ലല്ലോ. അരിയും തേങ്ങയും ഒക്കെ അല്ലേ ഇടുക. അതുപോലെ ഹോമകർമ്മമായിട്ട് എൻ്റെ വയറിനെ അങ്ങനെ ശുദ്ധമായിട്ടുള്ളത് ഇടുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ചിന്തകളൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ്. യു ആർ വാട്ട് യു ഈറ്റ് എന്നാണ്. നമ്മൾ കഴിക്കുന്നതാണ് നമ്മൾ. കുറേ തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ടല്ലോ. സാത്വിക രാജസിക കർമ്മങ്ങൾക്കൊക്കെ ചെയ്യുന്ന ഓരോരോ ആൾക്കും അവരവരുടെ ഭക്ഷണം അനുസരിച്ചിട്ടാണ് നമ്മുടെ സ്വഭാവം. ഏത് ഭക്ഷണം കഴിക്കുന്നു എന്നനുസരിച്ചിട്ട് ഏത് ഗ്രൂപ്പിലാണ് അവരെന്ന് പറയാൻ പറ്റും. അപ്പൊ നല്ല പോലെ ഭക്ഷണം കഴിക്കണം. പക്ഷെ കഴിക്കുന്ന ഭക്ഷണം ഏത് ഗുണമുള്ളതാണെന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടും. അതുകൊണ്ട് വെറുതെ കഴിക്കുന്നതല്ല. അതിനൊക്കെ ശാസ്ത്ര